അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അഹ്ലി സിദ്ഖി വൽ വഫ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ജമാഅത്ത് കൗൺസിലിൻ്റെ ഫൗണ്ടറും പ്രസിഡൻറ്റുമായ ഡോക്ടർ എ അഷ്റഫ് സാർ ബാലരാമപുരം അവർകൾ, ജമാഅത്ത് കൗൺസിലിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഗഫൂർ സാറ്, ജമാഅത്ത് കൗൺസിലിൻ്റെ ദേശീയ നേതാവ് അബ്ദുള്ള കുട്ടി സാറ്, ഡോക്ടർ നസീർ സാഹിബ്, വിനോദ് സാറ്, ഇവിടെ ഒരുമിച്ച് കൂടിയ ജമാഅത്ത് കൗൺസിലിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, നമ്മുടെ സംഗമം പൂർണ്ണാർത്ഥത്തിൽ നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ജമാഅത്ത് കൗൺസിൽ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് ദേശീയ ലെവലിൽ വളർന്നിരിക്കുകയാണ്. അതിൻ്റെ മുഖ്യ അജണ്ടയും അതിൻ്റെ പ്രവർത്തനവും ജീവകാരുണ്യമാണ്, സാമൂഹിക സേവനം. നാം മനസ്സിലാക്കേണ്ടത്, എത്ര നിസ്സാരമാണെങ്കിലും ഒരു നന്മ അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് മഹത്തായ ഒരു കാര്യമാണ്. നാം അറിയാതെ ആ നിസ്സാരമായ നന്മ പോലും നന്മയുടെ ഒരു വടവൃക്ഷമായി വളർന്നേക്കാം. നമുക്കത് പ്രതീക്ഷിക്കാനും ആശിക്കുവാനും വകയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ജമാഅത്ത് കൗൺസിലിൻ്റെ കീഴിൽ അതിൻ്റെ പോഷക പ്രസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആലിം കൗൺസിൽ എന്ന പ്രസ്ഥാനം, ഈ ആലിം കൗൺസിലിനെ കൊണ്ട് ജമാഅത്ത് കൗൺസിലിന് ഭൗതികമായി ഒരു നേട്ടവും തന്നെ കിട്ടൂല. ഭൗതികമായി ഒരു നേട്ടവും ചെയ്യുവാൻ ഇതിലുള്ള പണ്ഡിതന്മാർക്ക് സാധ്യമല്ല. പിന്നെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് സമൂഹത്തിൻ്റെ നേർവഴിയിലേക്ക് നയിക്കാൻ, അവർക്ക് നന്മകൾ പകർന്നു നൽകാൻ ആലിമീങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക് സാധിക്കും. ആ നന്മകൾ ഒമാനിൽ വെച്ച് തുടങ്ങി ഇപ്പോൾ 2000 എപ്പിസോഡ് പൂർത്തിയായിരിക്കുകയാണ് ഓൺലൈൻ ദീനി വിജ്ഞാന ക്ലാസ്. അതിലൂടെ നാം കേട്ടതായ ഓരോ വിഷയങ്ങൾ 11 പണ്ഡിതന്മാർ വിവിധ ശൈലിയിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച വിജ്ഞാനങ്ങളാണ് അതിലൂടെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഏതൊരു മനുഷ്യനും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതിലൂടെ നാം കേൾക്കുന്നതെല്ലാം നന്മകളാണ്. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും നാം അതിനെ മുഖവിലേക്ക് എടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും വേണം. ജമാഅത്ത് കൗൺസിലിൻ്റെ മുഖ്യമായ പ്രവർത്തനമെന്ന് പറയുന്നത് തന്നെ കാരുണ്യ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനത്തെ പോലെ പടച്ചവൻ്റെ അടുക്കൽ, പടച്ച റബ്ബിൻ്റെ അടുക്കൽ പുണ്യാർഹമായ മറ്റേതു സംഗതിയുണ്ട്? നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സാധുവായ സ്വഹാബി വര്യൻ വന്നുകൊണ്ട് തനിക്ക് യാത്ര ചെയ്യുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൃഗത്തെ ആവശ്യപ്പെടുന്നു. ആരംഭ നബിതങ്ങളുടെ അടുക്കൽ അദ്ദേഹത്തിനൊരു മൃഗം കൊടുത്ത് സഹായിക്കുവാൻ സാധ്യമല്ല, മൃഗമില്ല. നബിയുടെ സന്നിധിയിൽ ഒത്തുകൂടിയ സ്വഹാബാക്കളിൽ ഒരു സ്വഹാബി വര്യൻ ഉടനെ പറയുകയാണ്, നബിയെ, ഈ മനുഷ്യന് യാത്ര ചെയ്യുവാനുള്ള, മൃഗം കൊടുത്ത് സഹായിക്കുവാനുള്ള ആളെ എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. ഈ സ്വഹാബി വര്യൻ പറഞ്ഞപ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു തിരുവചനം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിഥ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മ അതെത്ര ചെറുതാണെങ്കിലും ആ നന്മ ഒരാൾക്ക് മറ്റൊരാൾ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ നന്മ പ്രവർത്തിക്കുന്ന ആൾക്ക് പടച്ച തമ്പുരാൻ എന്തെല്ലാം പുണ്യങ്ങളും പ്രതിഫലങ്ങളും സത്ഫലങ്ങളും കൊടുക്കുമോ അതിലൊരംശം പോലും കുറയാതെ ഈ അറിയിച്ചു കൊടുക്കുന്ന ആൾക്കും അതേ പ്രതിഫലവും നന്മയും നൽകുമെന്ന് മുത്തുനബി വാഗ്ദാനം നൽകുന്നു. അപ്പോൾ ജമാഅത്ത് കൗൺസിൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആലിം കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദീനി സേവനം, മതവിജ്ഞാന ക്ലാസ്, അതിലൂടെ നാം കേൾക്കുന്ന കാര്യങ്ങൾ എത്ര നിസ്സാരമാണെങ്കിലും നാം അതിനെ മുഖവിലേക്ക് എടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുകയും വേണം. ജമാഅത്ത് കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ
അത് നാം മറ്റുള്ളവരിൽ നിന്നും പിരിക്കാതെ നമ്മൾ തന്നെ സ്വന്തമായി ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആതുര സേവനങ്ങൾ നാം ചെയ്യുന്നുവെങ്കിൽ അതേപോലെ തന്നെയാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുവാൻ ഉതകുന്നതാണ്. മറ്റുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാരിൽ നിന്നും നാം കാശ് സ്വരൂപിച്ചുകൊണ്ട് പിരിവെടുത്തുകൊണ്ട് തന്നെ അർഹതപ്പെട്ട കരങ്ങളിലേക്ക് നാം അത് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ കാശല്ല, നാം മറ്റുള്ളവരിൽ നിന്നും സ്വരൂപിച്ചുകൊണ്ട് കൊടുക്കുന്നതാണെങ്കിൽ പോലും അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് പോലെ അതിന് പരിശ്രമിച്ച, ആ നന്മ അറിയിച്ചു കൊടുക്കുവാൻ, എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ജമാഅത്ത് കൗൺസിലിൻ്റെ ഓരോ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും അതേ പ്രതിഫലം തന്നെ നമുക്ക് ലഭിക്കും.